നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. നീ വിചാരിച്ച ഞാൻ അങ്ങനെ മറന്നെന്നാ? ഞാനങ്ങനെ മറക്കത്തില്ല. ഞാൻ മരിക്കുന്നവരെയും നീ അന്ന് എൻ്റെ അടുത്ത് കാണിച്ചില്ലേ, ഞാൻ അത് മനസ്സിൽ കൊണ്ട് നടക്കും. എന്തെങ്കിലും നിന്നെ കിട്ടുമ്പം ഞാൻ അതിൻ്റെ പ്രതികാരം വീട്ടുകയും ചെയ്യും. തുടങ്ങിയ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ വീറും വാശിയൊക്കെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ചരിത്രം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി മരത്തിന്റെ താഴ്വരെ ഇരുന്ന് സ്വന്തം വാളെടുത്ത് മരത്തിൽ ഇങ്ങനെ തൂക്കിയിട്ട് പെട്ടെന്നൊരു ശത്രു വന്ന് ഉറങ്ങിക്കിടന്ന റസൂലിന്റെ വാളെടുത്തിട്ട് റസൂലിന് നേരെ ചൂണ്ടിട്ട് വന്ന്, നിന്നെ ഇനി ആര് രക്ഷിക്കും? നെട്ടലും കൂടാതെ പ്രവാചകൻ പറഞ്ഞു, എന്നെ അള്ളാഹ് രക്ഷിക്കും. പെട്ടെന്ന് ഇവന്റെ കൈയിടറി വാളങ്ങ് തറയെ വീണു. അപ്പൊ ആ വാൾ അതേ കണക്ക് പ്രവാചകൻ എടുത്തിട്ട് അവന് നേർക്ക് ചൂണ്ടിട്ട് വന്ന്, ഇനി നിന്നെ ആര് രക്ഷിക്കും? അവന് വാക്കുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവൻ പറഞ്ഞത്, താങ്കളെ ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കാനോ ഒരു യുദ്ധത്തിനോ ഒരു കാര്യത്തിനോ ഞാൻ ഇടപെടുന്നില്ല, എന്നെ വിട്ടയക്കൂ. റസൂൽ അദ്ദേഹത്തിനെ വിട്ടയക്കുകയായിരുന്നു. ഇതിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്, വധിക്കാൻ വന്ന ഒരാളോട് തിരിച്ച് അവസരം കിട്ടിയപ്പം റസൂലിന് അവനെ തീർക്കായിരുന്നു, വധിക്കാമായിരുന്നു. പ്രവാചകൻ വധിച്ചിട്ടില്ല. അത്രമാത്രം സോഫ്റ്റ് ഹൃദയമാണ് ആരാ? പ്രവാചകൻ റസൂലുള്ളാഹ്. അപ്പൊ നമ്മള് ചിന്തിക്കണം, എന്തിനാ ഈ വാശിയും വീറൊക്കെ? അവരെന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും. ഇത് ഞാൻ മറക്കത്തില്ല, എന്നേക്ക് ഓർമ്മയായിരിക്കും. നോക്കിക്കോ, ഞാൻ മരിക്കുന്ന മുമ്പ് അല്ലേ എന്റെ പ്രതികാരം വീട്ടിട്ട് ഞാൻ മരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വാശിയും വീറും എവിടെ കൊണ്ട് തീർക്കാൻ? അള്ളാടെ മുമ്പിൽ കൊണ്ട് തീർക്കാനാ? ഒന്നും നടക്കത്തില്ല, എല്ലാം വെറുതെയാ. ചെറിയ മനുഷ്യരല്ലേ നമ്മള്, പിന്നെ എന്തിനാ ഇത്രയും വലിയ പൊക്കവും വെയിറ്റൊക്കെ? എല്ലാം കളയും. എന്നിട്ട് ആ മിണ്ടാതിരിക്കുന്നവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് ഒത്തൊരുമയോടെ കൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ.